ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ അത് ഓൺലൈനിൽ ഏകദേശം 600 റേഞ്ച് വരുന്നതായും നല്ല മോഡേൺ ആയിട്ടുള്ള ഫ്രണ്ടിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് പ്ലീറ്റ്സ് വരുന്ന ഒരു ടോപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഒരു സാരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 5 മീറ്ററോളം തുണി നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ കട്ടിംഗ് ആണ് ആദ്യമായിട്ട് കാണുന്നത്. ബാക്കിൽ നമ്മൾ നോർമലായിട്ട് എ ലൈൻ പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ലൈനിങ് പീസസും ഈ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഫ്രണ്ടിലേക്ക് മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ തുണി യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. അതുപോലെ നമ്മുടെ നോർമലായിട്ടുള്ള മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ മെഷർമെൻറ്റ്സ് എല്ലാതും തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ കർവ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കാതെ ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതേ സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മൾ ലൈനിങ് പീസും കട്ട് ചെയ്തിട്ടുള്ളത്. ലെങ്ത്ത് മാത്രം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും സെയിം മെഷർമെൻറ്റ് തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ ഫ്രണ്ടിലത്തെ പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതേ ബാക്കിലത്തെ സെയിം മെഷർമെൻറ്റ് തന്നെ ആ ഒരു 8 ഇഞ്ച് തുണിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ആ ഫ്രിൽഡ് ആയിട്ടുള്ള പോർഷൻസിനായിട്ട് ആ തുണി ഫുള്ളും തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ടും. അതിൻ്റെ ലെങ്ത്ത് 33 ഇഞ്ചാണ്, 32 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ ടോട്ടൽ 40 ആവും. പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് 33 ഇഞ്ചോളം തുണി നമ്മൾ പ്ലീറ്റ്സിനായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ സ്ലീവും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ എൽബോ ലെങ്ത്തിനെ കട്ടിങ് കുറച്ച് ഇറക്കത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. താഴെയായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ നല്ല ഭംഗിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് വളരെ സിമ്പിളാണ്. ഫുള്ള് വീഡിയോ കണ്ടാൽ മതി. നല്ല ഭംഗിയിൽ ഇതേപോലത്തെ ടോപ്പ് സിമ്പിളായിട്ട് നിങ്ങൾക്കും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും.
സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ യോക്ക് പോർഷനിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതായ ബോട്ടം പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്ലീറ്റ്സ് ചെറുതായിട്ട് അടുപ്പിച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടി അതൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ നിൽക്കാനായിട്ട്. പിന്നെ നമ്മൾ സാധാരണ തയ്ക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ലൈനിങ് പീസിലേക്ക് നമ്മുടെ മെയിൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നെക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൻ്റെയും ബാക്കിലത്തെയും നെക്ക് ഇങ്ങനെ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവ്സ് നല്ല അടിപൊളി സ്ലീവ്സ് ആയിരുന്നു, അതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സൈഡും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നല്ല ഭംഗിയുള്ളതായ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ബാക്കിലേക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള റോപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള മെഷർമെൻറ്റാണ് നമ്മളവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്ക്കുന്ന പുതിയ മോഡൽസാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അതേ ഫൈനലി നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയുണ്ട്. സ്ലീവ്സും ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ട് അപ്പോൾ എൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഇതിനെക്കാട്ടി അടിപൊളി ഐറ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.